നമ്മള് 4 days ക്ലാസ് ഒക്കെ കഴിഞ്ഞു. ഇന്ന് എക്സാം ഡേ ആണ് അല്ലെ. ഒരു ബ്രൈഡിനെ കൊണ്ടുവന്നിട്ട്, അതായത് ഒരു മോഡലിനെ കൊണ്ടുവന്ന് ഫുൾ മേക്ക് ഓവർ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. എന്താ ഇപ്പൊ ഫീൽ ചെയ്യുന്നത്? ഒരുപാട് താങ്ക്സ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഞാൻ. പക്ഷെ എനിക്ക് എന്താ പറയണ്ടേ, നമുക്ക് നമ്മളിലേക്ക് ഡീപ്പായിട്ട് നമ്മളിലേക്ക് എത്തിയത് മാമിന്റെ ഒറ്റൊരു കഴിവാന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത്രയും സന്തോഷമാണ്. ഇത്രയും എന്താ പറയണ്ടേ, അങ്ങനെ നന്നായിട്ട് എനിക്ക് ഒരുക്കാൻ പറ്റി. മാമിന്റെ സപ്പോർട്ട് ഇത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഹെയർ ഒക്കെ ചെയ്തിരിക്കുന്നത് ഇപ്പത്തെ ട്രെൻഡ് ആണ് അല്ലെ, ട്രഡീഷണൽ ആണ് ഇപ്പത്തെ ട്രെൻഡ്. ഒന്ന് കാണിച്ചേ, ഹെയറൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഒരു ദിവസത്തെ ക്ലാസ്സിന് എനിക്ക് ഇതുപോലെ ചെയ്യാൻ ഒരു ദിവസത്തെ ക്ലാസ് അതിലാണ് എനിക്കിത് ചെയ്യാൻ പറ്റിയത്. നന്നായിട്ടുണ്ട്. ഒരു മൈനസ് പോയിന്റ് പോലും പറയാനില്ല. ഇത്രയും കാലമായിട്ടും സ്കിൻ ടോൺ ഒക്കെ ചെയ്യുമ്പോൾ എന്റെ ഒരു തോന്നലിൽ അങ്ങ് ചെയ്യല. പക്ഷെ മാം പറഞ്ഞു തന്ന ആ രീതിയിൽ തന്നെ സ്കിൻ ടോൺ തെരഞ്ഞെടുത്ത് ചെയ്യാൻ പറ്റി. വെരി ഗുഡ്. നമ്മള് ഒരു ക്ലാസ്സിനൊക്കെ പോയി അവിടെ അറ്റൻഡ് ചെയ്ത് അവിടുന്ന് അവര് പ്രൊഡക്റ്റ് ഒന്നും നമുക്ക് പറഞ്ഞു തരില്ല. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ അവര് ചെയ്യും, നമ്മളത് കാണും, അത്യാവശ്യം വേണ്ടതൊക്കെ എഴുതിയെടുക്കും. വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഒന്നുമില്ല, ബ്ലാങ്ക് ആയിട്ടുണ്ടാവും, ഒന്നും കിട്ടൂല. പക്ഷെ മാം എന്താ വെച്ചാൽ ഹെയറിന്റെ ഒക്കെ പറയുമ്പോൾ എനിക്ക് ശരിക്കും മൈൻഡിൽ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ മുടിയെടുക്കുന്നു, നമ്മള് ചീകുന്നു, അങ്ങനെയൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയുമ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ ആയാലും നമുക്കത് പെട്ടെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി മൈൻഡിൽ വരും. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ അത് ചെയ്യാനും പറ്റിയത്. ഇനി അത് മറക്കുകയില്ല. മാം അത് പറയുമ്പോ തന്നെ മാം പറയുന്നുണ്ടല്ലോ, മറക്കരുത്. മാം പറയാ, നമ്മളെ പഠിപ്പിക്കുക, അപ്പൊ പറഞ്ഞ് നമ്മളോട് പറയിപ്പിക്കുക. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ കിട്ടിയിട്ടില്ല, ഇതുവരെ കിട്ടിയിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഫീൽഡിൽ ഒരു 15 വർഷത്തോളമായി. പക്ഷെ എനിക്ക് കിട്ടിയിട്ടില്ല, ഇങ്ങനത്തെ ഒരു മാമിനെ കിട്ടിയിട്ടില്ല.